ഇന്ത്യ എല്ലാ കളികളും ജയിക്കുന്നുണ്ട്. നമ്മൾ തോൽവി അറിയാതാണ് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത്. സൂപ്പർ 8-ലെ ആദ്യ മത്സരം നമ്മൾ ജയിച്ചിരിക്കുന്നു. പക്ഷേ എന്നാലും നമ്മൾ നോക്കുമ്പോൾ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതായത് പൊതുവെ പറഞ്ഞാൽ നമ്മുടെ തമ്മിലിൽ കണ്ടതുപോലെ അണ്ണന്മാർ നമുക്ക് പണി തരുമോ എന്നുള്ളതാണ്. അണ്ണന്മാർ എന്ന് പറയുന്നത് നമ്മുടെ സീനിയർ പ്ലെയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, അതിൻ്റെ കൂടെ ശിവൻ ദുബൈയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. അപ്പം ഇത്രയും അണ്ണന്മാരും കൂടി ചേർന്ന് നമുക്ക് പണി തരുമോ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇത്രയും മത്സരങ്ങളായിട്ടും രോഹിത് ശർമ്മ ഒരു മത്സരത്തിൽ മാത്രം 50 അടിച്ചു എന്നുള്ളതല്ലാണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അത്തരത്തിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പിച്ചിൽ അങ്ങനെ ഒരു 50 അടിച്ചത് നമുക്ക് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം പക്ഷേ പിന്നീടുള്ള ഇങ്ങോട്ടുള്ള ഒരു മത്സരത്തിൽ പോലും ഈ പറയുന്ന പോലെ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും രവീന്ദ്ര ജഡേജയ്ക്കും ശിവൻ ദുബൈക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഓപ്പണേഴ്സ് ആണ്. അപ്പം ഇവർ രണ്ടുപേരും തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു സമ്മർദ്ദത്തിൽ വീഴുമ്പോഴും കളിക്കാൻ കഴിയാതെ വരുമ്പോഴത്തേനും അത് തീർച്ചയായിട്ടും നമ്മളെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റിങ്ങിൻ്റെ പിന്നീട് വരുന്നവരെയൊക്കെ നല്ലപോലെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഏറ്റവും ആശ്വാസമായിട്ടുള്ളൊരു കാര്യം ഇപ്പം സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യയൊക്കെ ഫോമിലോട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ്. ഋഷഭ് പന്തും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററായിട്ട് അദ്ദേഹവും വീണ്ടും ഫോമിലോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കുറവുകൾ അറിയിക്കാണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തീർച്ചയായിട്ടും ഫോമിലോട്ട് തിരിച്ചു വരേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ഈ പറയുന്ന പോലെ ഫോം കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊന്നുമല്ല, കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ്, പക്ഷെ നമുക്ക് അവരെ അങ്ങനെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു നമുക്ക് പ്ലേയേഴ്സ് നമുക്ക് വേറെ ഇല്ല. അപ്പം അത് തന്നെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം അവർ പല മത്സരങ്ങളിലുമായിട്ട് ഇപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ആണെങ്കിലും പാകിസ്ഥാനെതിരെ വിരാട് കോഹ്ലി കളിച്ച ഇന്നിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വേറെ ലെവലാണല്ലേ. അപ്പം അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ മാറ്റേണ്ട കാര്യമൊന്നുമല്ല. അപ്പം അതുപോലെ തന്നെ ശിവൻ ദുബൈ ഈ പറഞ്ഞ പോലെ ഒത്തിരി പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് ടീമിലോട്ട് എടുത്തത്. സഞ്ജു സാംസൺ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ വെളിയിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറ്റണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല. ഓക്കെ, അദ്ദേഹത്തെ ഇട്ടോട്ടെ. പക്ഷേ നമ്മൾ ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെ എല്ലാ മത്സരങ്ങളിലും എല്ലാവർക്കും കളിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഏതെങ്കിലും മത്സരത്തിൽ ഇൻഫ്ലുവൻസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മാറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരുടെ ഈ പറയുന്ന പോലെ ഈ ഇറക്കി വിടുന്ന ഓർഡർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം പ്ലേയിങ് ലെവലിൽ ആരെയും തന്നെ ചേഞ്ച് ചെയ്യാണ്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി ഓപ്പണിങ്ങിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർക്കും ഒട്ടനവധി ഫാൻസ് ബേസ് ഉള്ള രണ്ട് താരങ്ങളാണ് അല്ലേ. അപ്പോൾ അവരെ തന്നെ പലരും വിമർശിക്കാനും ഇടയാകും. പലരും ഉറ്റുനോക്കുന്നവരാണ്. ഈ പറഞ്ഞ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരും ഒക്കെയും ഈ പറയുന്ന ഉറ്റുനോക്കുന്നവരാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ. അപ്പോൾ ഇവരുടെ മേൽ അത്രയ്ക്ക് പ്രഷറുണ്ട്. ഈ പ്രഷറുള്ള രണ്ടുപേരും കൂടെ ഓപ്പണിങ്ങിൽ വന്നിട്ട് ഈ കിടന്ന് താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ മാറുന്നുണ്ട്. അതേപക്ഷം കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിയുന്ന ഒരാൾ ഓപ്പണിങ്ങിൽ വന്നു കഴിഞ്ഞാൽ, രോഹിത്തിൻ്റെ കൂടെ ഓപ്പണിങ്ങിൽ വന്നാൽ, അത് ജയ്സ്വാൾ ആയിക്കോട്ടെ. ഇപ്പോൾ ജയ്സ്വാൾ ഇപ്പം ടീമിൽ നമ്മളെ അങ്ങനെ പ്ലേയിങ് ലെവലിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ജയ്സ്വാളിനെ വേണ്ട. എന്നാൽ 3-ാം നമ്പറിൽ ഇറക്കുന്ന ഋഷഭ് പന്തിനെ ഓർത്ത് ഓപ്പണിങ്ങിൽ ഇടുകയും അപ്പോൾ അവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ വിരാട് കോഹ്ലി താൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പൊസിഷനിലായിട്ടുള്ള 3-ാം നമ്പറിൽ ഇറക്കുകയും തുടർന്ന് അവിടുന്ന് ഈ പറയുന്ന പോലെ സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യ, ശിവൻ ദുബൈ അങ്ങനെ വന്നാൽ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ നിറമങ്ങുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ശിവൻ ദുബൈയെ മാറ്റിയിട്ട് സഞ്ജു സാംസനെ കൊണ്ടുവരാന്നുള്ളത്. അതൊരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ശിവൻ ദുബൈ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് ഈ പറയുന്ന പോലെ ഓൾറൗണ്ടേഴ്സിനെ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ്, സ്ട്രാറ്റജിയാണ് ഇപ്പം രോഹിത് ശർമ്മയും ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല, സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടെയാണ് ഉപയോഗിക്കുന്നത്. 3-4 പൊസിഷനിലാണ് കുറെ കൂടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ സഞ്ജു സാംസൺ എന്ന് ഋഷഭ് പന്തിന്റെ ഒരു പകരക്കാരനായിട്ടാണ്. അപ്പോൾ സഞ്ജു സാംസൺ വരുവാണെങ്കിൽ തന്നെ ഋഷഭ് പന്തിന്റെ ഒരു ഗ്യാപ്പ് മാറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇനി ആർക്കെങ്കിലും പരുക്ക് പറ്റുന്ന സാഹചര്യത്തിലോ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ശിവൻ ദുബൈ അങ്ങനെ മാറ്റുക എന്നുള്ളത് നടക്കുന്ന ഒരു കാര്യമേ അല്ല. പക്ഷേ ശിവൻ ദുബൈ എന്ന് പറഞ്ഞ CSK ടീമിലൊക്കെ എന്ന് പറഞ്ഞാൽ 1 ഡൗൺ ആയിട്ടൊക്കെയാണ് പല കളികളും ഇറക്കിയിട്ടുള്ളത്. 3-4 പൊസിഷനിലൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു പക്ഷേ ഇറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സൂര്യകുമാറും ഈ പറയുന്ന പന്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇറക്കുന്നത് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ വരുത്തി കഴിഞ്ഞാൽ ശിവൻ ദുബൈക്കും ഈ പറയുന്ന ശോഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.